കേരള മുസ്ലിം നവോത്ഥാനം ചരിത്രത്തിന് വർത്തമാനം എന്ന വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി സാദരം ക്ഷണിച്ചു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين وعلى من اتبعه بالإحسان إلى يوم الدين. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, ഇൻസൈറ്റ് എക്സിബിഷന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള നവോത്ഥാന സമ്മേളനത്തിലാണ് നമ്മളുള്ളത്. ഇന്ന് കേരളത്തിലെ മുസ്ലിമീങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ നാട്ടിലുള്ള മറ്റേത് ജനവിഭാഗങ്ങളെ പോലെ തന്നെ, അതല്ലെങ്കിൽ അതിലെ മുന്നിൽ കടന്നു നിൽക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യമാണ് ഉള്ളത്. ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക രംഗത്തും രാഷ്ട്രീയ രംഗത്തുമൊക്കെ വളരെ ശക്തമായ തോതിൽ കാലൂന്നി നിൽക്കുന്ന ഒരു ജനവിഭാഗമായി കേരളത്തിലെ മുസ്ലിമീങ്ങൾ മാറിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു മാറ്റത്തിന് നിമിത്തമായി വർത്തിച്ചിട്ടുള്ള സംഗതികൾ എന്താണോ അതിനെ സംബന്ധിച്ചാണ് നമ്മൾ നവോത്ഥാനം എന്ന് പറയുന്നത്. നവോത്ഥാനം എന്ന് പറയുന്ന വാക്ക് നിഷ്പന്നമായിരിക്കുന്നത് മലയാളത്തിൽ നിന്നല്ല, യഥാർത്ഥത്തിൽ യൂറോപ്പിൽ നിന്നാണ് അതിന്റെ തുടക്കം. ഇംഗ്ലീഷ് ഭാഷയിൽ റിനൈസൻസ് എന്നോ റിഫോർമേഷൻ എന്നോ പറയുന്ന രണ്ട് വാക്കുകൾക്ക് നമ്മൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റിയപ്പോൾ കിട്ടിയതാണ് നവോത്ഥാനം എന്ന വാക്ക്. അത് മലയാളത്തിൽ ഒരു ഒറ്റ വാക്കായി സ്ഥാനം പിടിച്ചതായി ഞാൻ കണ്ടിട്ടില്ല. പ്രധാനപ്പെട്ട മലയാള ഡിക്ഷണറിയിലൊന്നും നവോത്ഥാനം ഒരു ഒറ്റ വാക്കായി കാണുന്നില്ല. നമ്മൾ പരിശോധിക്കുമ്പോൾ യൂറോപ്പിൽ നിന്ന് കുടിയേറി വന്നിട്ടുള്ള ഒരാശയമാണ് നവോത്ഥാനം എന്ന് കാണാം. ഞാൻ പറഞ്ഞിട്ടുള്ള രണ്ട് വാക്കുകൾ ജനിക്കുന്നതിന് ചില ചരിത്രപരമായ സാഹചര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് റിനൈസൻസ് എന്ന് പറയുന്ന വാക്ക്, അത് നവോത്ഥാനം 14 മുതൽ 16 വരെ നൂറ്റാണ്ട് കാലഘട്ടത്തിനിടയിൽ യൂറോപ്പിലുണ്ടായ മാറ്റങ്ങളാണ്. അഥവാ പ്രാചീന ഗ്രീസിലെയും റോമിലെയും ഒക്കെ ആശയങ്ങൾ യൂറോപ്പിലെ ജനങ്ങൾ സ്വീകരിക്കുകയും അതൊരു പുതിയ ഉന്മേഷമായി ഉൾക്കൊള്ളുകയും അത് ആ നാട്ടിലുള്ള ജനങ്ങളുടെ ഇടയിൽ അവരുടെ കലാസാംസ്കാരിക രംഗത്ത് വലിയ ഉണർവായി മാറുകയും ചെയ്തു. ഈ സാഹചര്യത്തെ കുറിക്കുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ റിനൈസൻസ് എന്ന വാക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചു വരുന്നത്. അതുപോലെ രണ്ടാമത്തെ വാക്കാണ് റിഫോർമേഷൻ. അതിനും ഒരു ചരിത്രപരമായ പശ്ചാത്തലമുണ്ട്. അത് യൂറോപ്പിൽ നിന്നുണ്ടായതാണ്. 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ സമൂഹത്തിൽ
അവിടുത്തെ പ്രബലമായ മതവിഭാഗമായ കത്തോലിക്ക സമൂഹത്തിന് എതിരായി ഒരു പുതിയ വിഭാഗം ജന്മം കൊണ്ടു. പ്രൊട്ടസ്റ്റന്റുകാര് എന്നാണ് അവരെ പറ്റി പറയാം. പ്രൊട്ടസ്റ്റന്റുകാര് ഒരു നവീന ആശയക്കാരാണ്. അവര് അവിടെ ഉണ്ടായിരുന്ന പാരമ്പര്യ മതവിശ്വാസങ്ങൾക്കെതിരെ ഒരു പുതിയ ആശയം കൂടിയായി വന്നു. അങ്ങനെ വന്നപ്പോ അവർ മതത്തെ പരിഷ്കരിക്കുകയാണ് ചെയ്തത്. ആ പരിഷ്കരണ ആശയത്തെ കുറിക്കുന്നതിനാണ് റിഫോർമേഷൻ എന്ന് പറയുക. അപ്പൊ നവോത്ഥാനം എന്ന് പറയുന്നതും പരിഷ്കരണം എന്ന് പറയുന്നതും ഒക്കെ ഏകദേശം ഒരു സമാനമായ ആശയത്തിലാണ് മലയാളത്തിൽ നമ്മൾ ഉപയോഗിച്ചു വരുന്നത്. ഒരു വാക്ക് ഭാഷയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ ചരിത്രപരമായ പശ്ചാത്തലത്തിൽ വിട്ട് പുതിയ ആശയരൂപങ്ങൾക്ക് ഉപയോഗിക്കുക എന്നുള്ളത് സാധാരണയാണ്. ആ നിലയിൽ ഈ രണ്ട് വാക്കുകളും കൊണ്ട് ഉദ്ദേശിക്കുന്ന ഭാഷാപരമായ അർത്ഥത്തിൽ നമ്മൾ അത് അംഗീകരിക്കുന്നു. അഥവാ റിനൈസൻസ് എന്ന് പറഞ്ഞാൽ എ സിറ്റുവേഷൻ when there is new interest in a particular subject. ഏതെങ്കിലും ഒരു പ്രത്യേകമായ വിഷയത്തിൽ സമൂഹത്തിലുണ്ടാകുന്ന പുതിയ താൽപര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ചുറ്റുപാടിനെ സംബന്ധിച്ച് നവോത്ഥാനം എന്ന് പറയാം. ആ പറയുന്ന ഭാഷാപരമായ അർത്ഥത്തിലാണ് നമ്മൾ നവോത്ഥാനത്തെ ഉൾക്കൊള്ളുന്നത്. അതല്ലാതെ നവോത്ഥാനം വന്നിട്ടുള്ള ചരിത്രപരമായ പശ്ചാത്തലം ഉൾക്കൊള്ളുന്ന സാഹചര്യത്തെ ഒരു ഇസ്ലാമിക നവോത്ഥാനത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാറില്ല. ഉപയോഗിക്കുന്നത് ശരിയുമല്ല. കേരളത്തിലെ മുസ്ലിമീങ്ങൾക്കിടയിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വലിയ പരിവർത്തനങ്ങളുണ്ടായി. ഈ പരിവർത്തനങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഭാഷാപരമായ അർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ള നവീകരണങ്ങളാണ്. അതിന് തുടക്കം കുറിച്ചത് 1920 മുതൽ ഇങ്ങോട്ട് കൊടുങ്ങല്ലൂരിൽ നിഷ്പക്ഷ സംഘവും അതിനെ തുടർന്ന് കേരള മുസ്ലിം ഐക്യ സംഘവും പിന്നീട് കേരള ജമിയത്തുൽ ഉലമയും 1950 കേരള നദ്വത്തുൽ മുജാഹിദീൻ തുടങ്ങിയിട്ടുള്ള സംഘടനകൾ സംഘടിതമായ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്താൻ തുടങ്ങിയ ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങൾ വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുണ്ട്, സാമൂഹിക രംഗത്തുണ്ടായിട്ടുണ്ട്, രാഷ്ട്രീയ രംഗത്തുണ്ടായിട്ടുണ്ട്, പല രംഗത്തുണ്ടായിട്ടുണ്ട്. ഈ മാറ്റങ്ങളോടൊക്കെ മതപരമായ വിശ്വാസത്തിന്റെ പേരിൽ പുറംതിരിഞ്ഞു നിന്നവരായിരുന്നു ഈ നാട്ടിലെ ജനങ്ങൾ. ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പൊതുവെ ഉന്നയിക്കപ്പെടുന്ന ആരോപണം എന്താന്ന് വെച്ചാൽ അവർ മതനവീകരണത്തിന്റെ ആളുകളാണ് എന്ന്. യഥാർത്ഥത്തിൽ മതം നവീകരിക്കുവാൻ ഒരാൾക്കും അവകാശമില്ല. ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദീനാണ്. അത് പരിപൂർണമായും ദൈവികമാണ്. അതിലെ മാർഗനിർദ്ദേശങ്ങളോ നിയമവ്യവസ്ഥയോ മാറ്റാനോ തിരുത്താനോ കാലഘട്ടത്തിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്താനോ ലോകത്താർക്കും അവകാശമില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാം ദീനിനെ നവീകരിക്കാൻ വന്നവരാണ് മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയുകയില്ല. നേരത്തെ ഞാൻ പറഞ്ഞു, നവീകരണം എന്ന് പറയുന്ന ആശയം വന്നിട്ടുള്ള യൂറോപ്പിലാണ്. കത്തോലിക്ക സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള ഉൾപ്പിരിവുകൾ, മതം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഭൗതികമായ നേട്ടങ്ങൾക്കും പുരോഗതിക്കും വിജ്ഞാനങ്ങൾക്കും ഒക്കെ എതിര് നിന്ന ഒരു കാലഘട്ടത്തിൽ യൂറോപ്യൻ സമൂഹത്തിൽ ഗലീലിയോ ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെതിരെ ഭരണകൂടങ്ങൾ നടപടി സ്വീകരിച്ചത്. ആ ഭരണകൂടങ്ങൾ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ യൂറോപ്പിൽ മതവും രാഷ്ട്രീയവും രണ്ടായിരുന്നില്ല, ഒന്നാണ്. മതമേലധ്യക്ഷന്മാർ തന്നെയാണ് ഭരണവും നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ മതത്തിന്റെ താൽപര്യങ്ങൾക്ക് എതിരായി ഒരു ചിന്തയും ഉണ്ടാകാൻ പാടില്ല. ബൈബിൾ അനുസരിച്ചോ അല്ലെങ്കിൽ ബൈബിൾ അനുസരിച്ച് എന്ന് വിശ്വസിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക്, പരമ്പരാഗതമായ വിശ്വാസങ്ങൾക്ക് എതിരായി
ഒരു ചിന്തയും ഒരു അറിവും സ്വീകരിക്കുവാൻ പാടില്ല എന്ന ആശയമുണ്ടായപ്പോ മനുഷ്യന്മാരുടെ പുരോഗതിയിൽ അത് വലിയ തടസ്സമുണ്ടാക്കി. ഈ തടസ്സത്തെ നീക്കുന്നതിന് വേണ്ടിയാണ് പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാര് വരികയും ഇതിനൊക്കെ എതിർത്തുകൊണ്ട് പുതിയ സഭകൾ രൂപീകരിക്കുകയും ചെയ്തത്. അപ്പൊ അവിടെ യഥാർത്ഥത്തിൽ ഒരു മതനവീകരണം എന്ന് പറയുന്ന വിഷയം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള ഒരു മതനവീകരണ ആശയത്തെ മുസ്ലിമീങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അത് ലോകത്ത് സലഫികളാരും ചെയ്തിട്ടില്ല. മറിച്ച് ഇവിടെ നടന്നിട്ടുള്ള നവീകരണം എന്താ? മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അവർ നവോത്ഥാനത്തിന്റെ ആളുകളാണ്. അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെ കുറിച്ച് നവോത്ഥാനത്തിന്റെ നായകന്മാർ എന്നൊക്കെയുള്ള നല്ല വാക്ക് പറഞ്ഞതും പ്രയോഗിച്ചതും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകളല്ല, മറിച്ച് നവോത്ഥാനത്തെ വീക്ഷിക്കുന്ന, നവോത്ഥാനത്തിന്റെ ചരിത്രങ്ങളെ പഠിക്കുന്ന ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾക്ക് കൊടുത്തിട്ടുള്ള ഒരു നാമം മാത്രമാകുന്നു അത്. എന്താ അങ്ങനെ നാമം കൊടുക്കാൻ കാരണം? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇവിടെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാകുന്നു അത്തരം ഒരു നല്ല വാക്ക് പറയുന്നതിന് സമൂഹത്തെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ചിന്തിക്കേണ്ട ചില സംഗതികളുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായി ഉണ്ടായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് സംഭവിച്ചത്? ഇസ്ലാമിന്റെ മൂലപ്രമാണങ്ങളിലേക്ക് മുസ്ലിമീങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി അവർ യത്നിച്ചു എന്നുള്ളതാണ്. മതത്തെ നവീകരിക്കുകയല്ല, മതത്തിൽ ഇന്ന കാര്യങ്ങളുണ്ട് അതൊക്കെ ഒഴിവാക്കേണ്ടതാണ് എന്ന് വാദിക്കുകയല്ല, മറിച്ച് മതം അനുഷ്ഠിക്കേണ്ടതും ആചരിക്കേണ്ടതും അതിന്റെ വിശുദ്ധമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം എന്നുള്ള ആശയത്തിലേക്ക് മനുഷ്യ സമൂഹത്തെ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവരാനുള്ള കാരണം പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ മുസ്ലിം സമൂഹം മതം അനുവദിച്ചതായ കുറേയേറെ കാര്യങ്ങളെ സംബന്ധിച്ച് മതവിരുദ്ധമാണ് എന്ന് വിചാരിച്ചിരുന്നു. അതേപോലെ തന്നെ മതം അംഗീകരിക്കാത്ത, മതം നിഷിദ്ധമാണ് എന്ന് കൽപ്പിച്ചിട്ടുള്ള കുറേയേറെ കാര്യങ്ങളെ മതത്തിന്റെ അനിവാര്യ ഭാഗങ്ങളാണ് എന്ന് വിചാരിച്ചിരുന്നു. ഈ രണ്ട് ധാരണകളെയും തിരുത്തുകയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ സലഫി പ്രസ്ഥാനം ചെയ്തിട്ടുള്ളത്. ചില ഉദാഹരണങ്ങളിലൂടെ വിശദീകരിക്കുമ്പോൾ ഈ കാര്യം കൂടുതൽ വ്യക്തമാകുന്നതാണ്. പഴയ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളോട് സമൂഹം പുറംതിരിഞ്ഞു നിന്നിരുന്നു. മുസ്ലിം സമൂഹം പുറംതിരിഞ്ഞ് നിന്നിരുന്നു. എന്താണതിന് കാരണം? വിദ്യാഭ്യാസം നേടുക എന്നത് മതവിരുദ്ധമായ കാര്യങ്ങളാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടത് കൊണ്ടാണ്. മലയാളം എഴുതാൻ പാടില്ല, മലയാളം പഠിക്കാൻ പാടില്ല, സ്കൂളിൽ പോകാൻ പാടില്ല. അങ്ങനെ മലയാളം പഠിക്കുക എന്നാൽ അത് ആര്യനെഴുത്ത് പഠിക്കലാണ്, അത് മുസ്ലിം സംസ്കാരത്തിന് നിരക്കാത്തതാണ് എന്ന് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടത് കൊണ്ടാണ് മുസ്ലിം സമൂഹം മലയാളം പഠിക്കാതിരിക്കാൻ കാരണം. ഇന്ന് ഒരുപാട് വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിലും ഈ ചരിത്രത്തിന്റെ ചില ശേഷിപ്പുകൾ ഇന്നും നിലനിൽക്കുന്നു. കേരളത്തിലെ ഏറ്റവും അധികം മദ്രസകൾ നടത്തുന്ന വലിയ വലിയ സംവിധാനങ്ങളുടെ കൂട്ടരാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ അംഗീകരിക്കുന്ന ഇരു സംസ്ഥകളായ ആളുകൾ. ഈ സമസ്തക്കാര് അവരുടെ മദ്രസയിൽ ഇപ്പോഴും അറബി മലയാള ലിപിയാണ് സ്വീകരിച്ചു വരുന്നത്, മലയാളത്തിലേക്ക് വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ മാറ്റം സംഭവിക്കാത്തത്? കാലമൊക്കെ മാറി, സമൂഹം ഒരുപാട് മാറി. എന്നിട്ടും എന്തുകൊണ്ട് പച്ചമലയാളത്തിൽ പുസ്തകങ്ങൾ അടിച്ച് വിതരണം ചെയ്യുക എന്നത് മദ്രസയിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്തത്? ഈ കാലഘട്ടത്തിൽ അത് കഴിയുന്നില്ലെങ്കിൽ പൂർവ്വകാലഘട്ടത്തിൽ സ്ഥിതി എന്തായിരിക്കും നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. മതവിരുദ്ധമാണ്, മലയാളം എഴുതാനോ വായിക്കാനോ പാടില്ല, അത് മതവിരുദ്ധമാണ് എന്ന വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പുതിയ ലിപി തന്നെ കൊണ്ടുവരാനുള്ള കാരണവും അതാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് മുസ്ലിം സമൂഹം ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്? ഇംഗ്ലീഷിനോടുള്ള വെറുപ്പല്ല,
ഇംഗ്ലീഷ് പഠിക്കുക എന്നത് നരകത്തിലേക്കുള്ള വഴിയാണ്, അത് നരകത്തിന്റെ ഭാഷയാണ് എന്ന് പ്രചരിപ്പിക്കപ്പെട്ടത് കൊണ്ടാണ് പൂർവ്വകാലഘട്ടങ്ങളിൽ മുസ്ലിം സമൂഹം ഇംഗ്ലീഷ് പഠിക്കാൻ പോകാതിരുന്നത്. അതുപോലെ തന്നെ നിലവിലുണ്ടായിരുന്ന പഠന സംവിധാനങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയ സമയത്ത് മുസ്ലിം സമൂഹം അത് സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അതിനെ നഖശിഖാന്തം എതിർത്തു. അങ്ങനെയാണ് മദ്രസാ പ്രസ്ഥാനം എന്ന് പറയുന്ന സംവിധാനം അവിടെ ഉണ്ടായത്. ആദ്യമായി ഈ ദിശയിൽ ചിന്തിച്ച വ്യക്തികൾ സനാഉല്ലാ മുഫ്തി തങ്ങളും അതിനുശേഷം ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ്. ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ് കേരളത്തിൽ ആദ്യമായി മദ്രസ കൊണ്ടുവന്നത്. വാഴക്കാട് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ വഖഫ് സ്വത്തിന്റെ സൗകര്യങ്ങളുള്ള ആ നാട്ടിൽ മതവിദ്യാഭ്യാസത്തിന് പുതിയ രീതിയും സ്വഭാവവും ഒക്കെ കൊണ്ടുവന്നു. പക്ഷേ അതിനെ സമൂഹം അംഗീകരിച്ചില്ല. ആ കാലഘട്ടത്തിൽ പുരോഹിതന്മാര് പറഞ്ഞു, മദ്രസ നടത്താൻ വേണ്ടിയിട്ട് വഖഫിന്റെ സ്വത്ത് ഉപയോഗിക്കാൻ പാടില്ല. വഖഫ് എന്ന് പറയുന്നത് ഇവിടെ നിലനിന്നിട്ടുണ്ടായിരുന്ന മതരീതികൾ പഠിപ്പിക്കുന്നതിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നിങ്ങൾ ഈ കൊണ്ടുവന്നിട്ടുള്ള ഒരു നവീനമായ കാര്യമായതുകൊണ്ട് അതിന് വഖഫിന്റെ സ്വത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുകയും അവിടത്തെ അധികാരിയെ ഈ കാര്യം ഏൽപ്പിക്കുകയും അധികാരി ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ കയ്യിൽ ഈ ഫത്വ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ വളരെ വേദനയോടുകൂടി അദ്ദേഹം ആ നാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ സംബന്ധിച്ച് അത് സമസ്തയുടെ പാരമ്പര്യത്തിന്റെ അവകാശികളാണ് എന്നുള്ള ചരിത്രത്തിന്റെ വക്രീകരണങ്ങൾ പുതുതായി കൊണ്ടുവരുന്നുണ്ട് എങ്കിലും ശരി, ആദ്യ കാലഘട്ടത്തിൽ ഈ ഒരു പുരോഗമനപരമായ കാര്യങ്ങളോട് പുറംതിരിഞ്ഞു നിന്ന അവസ്ഥയായിരുന്നു നമ്മുടെ സമുദായത്തിന് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ സമൂഹത്തിലെ അർദ്ധവാദിയായ സ്ത്രീ സമൂഹത്തെ വിദ്യ നേടാൻ അവർ അനുവദിച്ചില്ല. മദ്രസയിൽ പോലും പഠിക്കുന്നതോ അവിടെ അക്ഷരവിദ്യ ശീലിക്കുന്നതോ തെറ്റാണ്, അത് ഹറാമായ കാര്യമാണ് എന്ന് വിശദീകരിക്കപ്പെട്ടു. അത് ഹറാമാണ് എന്ന് ഫത്വ കൊടുത്തു. ഇങ്ങനെയുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടായി. എന്താ കാരണം? അത് മതവിരുദ്ധമാണ്. ആദ്യ കാലഘട്ടത്തിൽ സമസ്തക്കാര് നൽകിയിട്ടുള്ള ചില സർക്കുലറുകളിൽ, അതിന്റെ വിദ്യാഭ്യാസ ബോർഡിന് കൊടുത്തിട്ടുള്ള സർക്കുലറുകളിൽ സ്ത്രീകൾക്ക് പരീക്ഷ എഴുതാൻ വാചിക പരീക്ഷ മതി, എഴുത്ത് പരീക്ഷ വേണ്ട എന്ന് ആദ്യ കാലഘട്ടത്തിൽ തീരുമാനിച്ചിരുന്നു. അപ്പം മതപരമായ കാര്യങ്ങൾ വിജ്ഞാനം ആർജിക്കുന്നത് പോലും, മതപരമായ കാര്യങ്ങൾ എഴുതുന്നത് പോലും മുസ്ലിം സ്ത്രീകൾക്ക് പാടില്ലാത്തതാണ്, ചെയ്യാൻ പറ്റാത്തതാണ്, നിഷിദ്ധമാണ് എന്ന കാഴ്ചപ്പാട് ഈ സമൂഹത്തിൽ നിലനിന്നിരുന്നു. അതുപോലെ തന്നെ മതം അനുവദിച്ചിട്ടുള്ള ആരാധനാ സ്വാതന്ത്ര്യങ്ങൾ മുസ്ലിം സ്ത്രീകൾക്ക് പാടില്ല, അത് വിലക്കിയിരുന്നു. സ്ത്രീ പള്ളിയിൽ പോകുക എന്നത് ഹറാമാണ് എന്ന് വിധിച്ചിരുന്നു. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള നമ്പറിട്ട് പറഞ്ഞിട്ടുള്ള ഈ വിഷയങ്ങളൊക്കെ മതം അനുവദിച്ചിട്ടുള്ളതും എന്നാൽ മതവിരുദ്ധമാണ് എന്ന് പ്രചരിപ്പിക്കപ്പെട്ടതുമായ കാര്യങ്ങളാണ്. വിദ്യാഭ്യാസത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതാണ്, അതാണ് എന്ന് പെണ്ണെന്ന വ്യത്യാസമല്ല. ഈ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളൊക്കെ മതം അനുവദിച്ചിട്ടുള്ളതും മതം അംഗീകരിച്ചിട്ടുള്ളതുമായ കാര്യമാണ്. ആ കാര്യങ്ങളെ മതവിരുദ്ധമാണ്, ചെയ്യാൻ പറ്റാത്തതാണ് എന്ന് പറഞ്ഞപ്പോ നവോത്ഥാന നായകന്മാരായ ആളുകൾ, പൂർവീകന്മാരായ സലഫുൽ ഉമ്മ, ഈ കേരളത്തിലെ ആളുകൾ അതങ്ങനെയല്ല, ഇത് ഇസ്ലാം അനുവദിച്ചിട്ടുള്ള സംഗതിയാണ് എന്ന് ജനങ്ങളെ ബോധവൽക്കരിച്ചു. ആ ബോധവൽക്കരിച്ചതിന്റെ ഫലമാണ്, മതവിരുദ്ധമല്ല എന്ന് പറഞ്ഞു പഠിപ്പിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ മാറ്റങ്ങൾ ഉണ്ടായത്. ഇന്ന് സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം മാസികകളും അതുപോലെ തന്നെ പ്രസിദ്ധീകരണങ്ങളും ഒക്കെ ഇത് പാടില്ല, നിഷിദ്ധമാണ് എന്ന് പറഞ്ഞവരായ ആൾക്കാർ നടപ്പാക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഈ സമസ്തയുടെ വലിയ വലിയ നേതാക്കന്മാരുടെ ആളുകളൊക്കെ തന്നെ അവരുടെ പെൺമക്കളെ ബിരുദവും ബിരുദാനന്തര തലത്തിലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മാറ്റം എങ്ങനെയാണ് ഉണ്ടായത്? ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് വിധിക്കപ്പെട്ടിരുന്ന ഈ വിഷയത്തെ അല്ല, അതൊക്കെ മതം അനുവദിച്ചിട്ടുള്ള കാര്യമാണ് എന്ന് ഇസ്ലാഹി നേതാക്കന്മാർ പറയുകയും പഠിപ്പിക്കുകയും ചെയ്തതിന്റെ ഫലമായി ഉണ്ടായിട്ടുള്ള മാറ്റമാണ്. ഇനി വേറൊരു വിഷയം, മതം അംഗീകരിച്ചിട്ടില്ലാത്ത, മതം നിഷിദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള
കാര്യങ്ങളെ മതത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളായി സമൂഹം മനസ്സിലാക്കി പോന്നു. നമ്മളെ മതപണ്ഡിതന്മാരും പുരോഹിതന്മാരും ആ നിലയിൽ കാര്യങ്ങൾ വിശദീകരിച്ചു. എന്താണ് ചില ഉദാഹരണങ്ങൾ പറയാം. ഇപ്പൊ പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ റബീഉൽ അവൽ മാസത്തിൽ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുക എന്നത് മുസ്ലിം സമൂഹം അവരുടെ ജീവിതത്തിൽ അവിഭാജ്യ ഘടകമായി, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണമെങ്കിൽ അത് അത്യാവശ്യമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. എന്നാൽ മതത്തിന്റെ പ്രമാണത്തിന് അനുകൂലമാണോ? അല്ല. മതം അംഗീകരിച്ചതല്ല. മതം അംഗീകരിക്കുന്ന പ്രമാണങ്ങൾ വേണം. പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടാത്ത ചില കാര്യങ്ങളെ മതത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളാക്കി. അതേപോലെ തന്നെ പള്ളികളെയും മക്ബറുകളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ആഘോഷ പരിപാടികൾ മതത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളായിട്ടാണ് നമ്മുടെ നാട്ടിൽ കൊണ്ടാടപ്പെടുന്നത്. ജാറമറ്റാച്ചഡായ പള്ളികളിൽ മുഴുവനും ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നു. ഇത് മതത്തിന്റെ അവിഭാജ്യ ഘടകമാൻ പറയുന്നു. എന്നാൽ ദീനുൽ ഇസ്ലാം അതിനെ എതിർത്തതാണ്. അലാ തജഅൽ ഖബറി വസനൻ യുഅബദ്, എന്റെ ഖബറിടത്തെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിച്ചു. ആ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ബിംബപൂജ നടത്തുന്നവരായ ആൾക്കാർ ബിംബത്തിന്റെ അടുക്കൽ പോയി എന്തെല്ലാം ചെയ്യുന്നുവോ ആ കാര്യങ്ങളൊക്കെ ഖബറിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് മനുഷ്യന്മാര് മുസ്ലിം ജനവിഭാഗം വിശ്വസിക്കുകയും നടപ്പാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ മതവിരുദ്ധമായ കാര്യങ്ങൾ മതമായി അംഗീകരിക്കുന്നു. വലാ തജഅൽ ഖബറി ഈദാ, എന്റെ ഖബറിടത്തെ ആഘോഷ സ്ഥലമാക്കാൻ പാടില്ല. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയാണ്. പക്ഷേ മുസ്ലിം സമൂഹത്തിലെ മഹാഭൂരിപക്ഷം ആളുകളും ഖബറിനെ ആഘോഷ സ്ഥലമാക്കുകയും അവിടെ എന്തെല്ലാം അനാചാരങ്ങളും ദുഷ്ടമായ നടപടികളും നിലപാടുകളും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. മതവിരുദ്ധമായ കാര്യങ്ങൾ മതമാണെന്ന് വിശ്വസിച്ച് നടപ്പാക്കുന്നു. ഖാതലല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസ്ജിദ, പൂർവിക സമൂഹം അവരെ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചു. എന്താ കാരണം? അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറിടങ്ങളെ അവർ ആരാധനാ സ്ഥലമാക്കി മാറ്റി. അത്രയധികം ദീൻ നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? മതത്തിന്റെ അവിഭാജ്യ ഘടകമായി ഇവിടെ കൊണ്ടുവരികയും നടപ്പാക്കുകയും ചെയ്യുമ്പോ ഇസ്ലാമിനെ അറിയുന്ന, ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ അറിയുന്നവരായ പണ്ഡിതന്മാര് പറഞ്ഞു, ഇത് ദീനല്ല, ഇത് ഇസ്ലാം ദീനിനെതിരാണ് എന്ന് ബോധവൽക്കരിച്ചു. അപ്പം ദീനിൽ ഉള്ള കാര്യങ്ങളെ, ദീൻ പ്രോത്സാഹിപ്പിച്ച കാര്യങ്ങളെ ദീനല്ല എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുകയോ ദീൻ നിഷിദ്ധമാക്കി കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെ ദീനിന്റെ അവിഭാജ്യ ഘടകങ്ങളാക്കുകയോ ചെയ്തിട്ടുള്ള ഒരു സാമൂഹിക പരിസരത്തിൽ നിന്ന് യഥാർത്ഥത്തിലുള്ള ദീൻ എന്താണ് എന്ന് ജനങ്ങളെ പഠിപ്പിച്ചപ്പോ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ് യഥാർത്ഥത്തിൽ കേരളീയ സമൂഹത്തിൽ പിന്നീട് ഉണ്ടായിട്ടുള്ളത്. ആ മാറ്റങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ യഥാർത്ഥത്തിൽ നവോത്ഥാനം എന്ന് പറയുന്നത്. ഇവിടെ മതത്തെയല്ല നമ്മൾ മാറ്റിയിട്ടുള്ളത്. മതത്തിന്റെ പേരിൽ സമൂഹം വെച്ചു പുലർത്തിയിരുന്ന ആചാര അനുഷ്ഠാന വിശ്വാസങ്ങളെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്ലിയറാക്കുക, അതിനെ ഒഴിവാക്കേണ്ട കാര്യങ്ങളെ ഒഴിവാക്കുകയും ചേർക്കേണ്ട കാര്യങ്ങളെ കൂട്ടിച്ചേർക്കുകയും അഥവാ മതത്തിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന പരിവർത്തനങ്ങൾ ഇവിടെ ഉണ്ടാക്കി. ആ പരിവർത്തനങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ നവോത്ഥാനം എന്ന് പറയാം. അത് പൂർവീകന്മാരായ കേരളത്തിലെ നവോത്ഥാന നായകന്മാരായ പല ആളുകളുടെയും ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം അതാണ്. ഇത് അല്പം വിശദീകരിച്ച് പറയേണ്ട കാര്യമാണ്. ഞാൻ ഒരൊറ്റ പുസ്തകത്തിൽ നിന്നും ഒരു ഉദ്ധരണി വായിച്ച് കേൾപ്പിച്ചുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കും. കേരള നവോത്ഥാനം രണ്ടാം സഞ്ചിക എന്ന പേരിൽ പി ഗോവിന്ദപിള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ആചാര്യനായിരുന്നു. അദ്ദേഹം മതാചാര്യൻ, മതനിഷേധികൾ എന്ന പേരിൽ നവോത്ഥാനത്തിന്റെ പേരിൽ എഴുതിയിട്ടുള്ള പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ വക്കം മൗലവിയെ സംബന്ധിച്ച് ഒരു ഗവേഷണ പ്രബന്ധം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആ ഗവേഷണ പ്രബന്ധത്തിൽ എന്ത് നവീകരണമാണ് വക്കം മൗലവി ഉണ്ടാക്കിയത് എന്ന് വിശദീകരിക്കുന്നു. അത് നമ്മൾ ഈ കാലഘട്ടത്തിൽ വിശേഷിച്ച് ഒന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ നവോത്ഥാനം ആവശ്യമായ സാഹചര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം.
ലോകത്തെല്ലായിടത്തും മുസ്ലിം സമുദായത്തെ അടിമുടി ഗ്രസിച്ചിരുന്ന അതേ ദുഷ്പ്രവണതകളെ തന്നെയാണ് കേരളത്തിൽ ഓരോ സ്ഥലത്തുമുള്ള മുസ്ലിം സമുദായവും ഓരോരോ നാടൻ രൂപത്തിൽ കെട്ടിപ്പുണർന്നത്. അറിവിന്റെ വെളിച്ചത്തിന് നേർക്ക് പുറംതിരിച്ചു വെച്ചിരുന്ന അവരുടെ മനസ്സിൽ അന്ധവിശ്വാസങ്ങളുടെ ഇരുട്ടുകാരി നിറഞ്ഞു. മതത്തിന്റെ പട്ടം കെട്ടിയ പാമരന്മാരെയും സയ്യിദ് വേഷധാരികളെയും മുസ്ലിം ജനസാമാന്യത്തിൽ അത്ഭുതാരവത്തോടെ ആരാധനാപൂർവ്വം സ്വീകരിക്കുന്നു. അവർക്ക് ദിവ്യമായ കഴിവുകളുണ്ടെന്നും മരുന്ന്, മന്ത്രം, പ്രാർത്ഥന തുടങ്ങിയവ കൊണ്ട് അത്ഭുത ഫലങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുമെന്നായിരുന്നു പൊതുവിലുള്ള വിശ്വാസം. സാധാരണ മുസ്ലിയാക്കന്മാരും നാടൻ പണ്ഡിതന്മാരും അതിനൊക്കെ വളമിട്ടുകൊടുത്തു. ദൈവത്തിന്റെ പേരിലുള്ള ഏറ്റവും വലിയ ദൈവനിഷേധമായിരുന്നു അത്. ആ ദിവ്യന്മാർ മരണപ്പെട്ടാൽ അവരുടെ കബറിടങ്ങളിൽ വിളക്ക് കത്തിക്കുകയും നേർച്ചയിടുകയും അവരുടെ സഹായത്തിലൂടെ ഇടനിലയിലൂടെ പ്രാർത്ഥിക്കുകയും മറ്റും പാമര ജനങ്ങളുടെ ഇടയിൽ പതിവായിരുന്നു. അപ്പൊ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നൊരു അവസ്ഥയാണ്. ഈ അവസ്ഥയെ പരിഹരിക്കുന്നതിന് വേണ്ടി വക്കം മൗലവി ചെയ്ത പ്രവർത്തനം എന്താണ് എന്ന് പി ഗോവിന്ദപിള്ള പറഞ്ഞുതരാണ്. അദ്ദേഹം വക്കം മൗലവിയെ സംബന്ധിച്ച് നടത്തിയിട്ടുള്ള ഗവേഷണ പഠനത്തിലൂടെ അദ്ദേഹം വക്കം മൗലവി ഇത് മാറ്റാൻ എന്തു ചെയ്തു എന്ന് വിശദീകരിക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? നവീകരണത്തിനുള്ള മാർഗം ചുരുക്കി പറഞ്ഞാൽ ഖുർആന്റെ പ്രബോധനങ്ങളെയും റസൂലിന്റെ വചനങ്ങളെയും ചര്യകളെയും പൂർവാചാര്യന്മാരുടെ അഥവാ സലഫിന്റെ നടപടികളെയും പ്രത്യേകമായും ഏകദൈവ വിശ്വാസം, തൗഹീദ് സംബന്ധമായ യഥാർത്ഥ തത്വങ്ങളെയും തങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുകയും ഇടയ്ക്ക് വിരോധമായി അവരുടെ ഇടയിൽ കാണപ്പെടുന്ന വിശ്വാസങ്ങളെയും നടപടികളെയും ചൂണ്ടിക്കാണിച്ച് അവയെ ത്യജിക്കുവാനും വിശ്വാസങ്ങളിൽ നടപടികളും കിതാബിനെയും സുന്നത്തിനെയും മാത്രം ആദർശമായി സ്വീകരിക്കുവാനും ഉപദേശിക്കുകയും ചെയ്യുകയായിരുന്നു. ഇപ്പൊ സലഫി മൻഹജ് എന്നുള്ള വാക്ക് 2002 ശേഷമാണ് കേരളത്തിൽ ഒരു വലിയ വിവാദമായി തീർന്നത്. അത് വക്കം മൗലവിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം വളരെ വിശദമായി പഴയ കാലത്ത് തന്നെ എഴുതിയിട്ടുള്ളതാണ്. മുസ്ലിം സമൂഹത്തെ പരിഷ്കരിക്കുന്നതിന് ചെയ്യേണ്ട കാര്യം എന്താണ്? ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ കുറെ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാകണം. ആ മാറ്റങ്ങൾ ഉണ്ടാകാൻ വിശുദ്ധ ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ അഥവാ ആ പ്രമാണങ്ങളെ പൂർവികരായ സലഫുൽ ഉമ്മ മനസ്സിലാക്കുകയും പ്രാവർത്തികമാക്കുകയും പ്രയോഗവൽക്കരിക്കുകയും ചെയ്തിട്ടുള്ള രീതികളിലൂടെ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യലാണ് മനുഷ്യ സമൂഹത്തെ, മുസ്ലിം സമൂഹത്തെ പരിഷ്കരിക്കുന്നതിനു വേണ്ടിയുള്ള ഒരേ ഒരു മാർഗം എന്ന് വക്കം മൗലവി എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത കാര്യം ആരെഴുതുന്നു? പി ഗോവിന്ദപിള്ള എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവി എഴുതുന്നു. അദ്ദേഹം അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയിട്ടുള്ള ആളാണ്. ഒരു മതത്തിനോടും താല്പര്യമില്ലാതിരുന്ന അദ്ദേഹം അവസാനം ഞാൻ ഇഷ്ടപ്പെടുന്ന മതം ഒന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമാണ് എന്ന് അവസാന നിമിഷത്തിൽ പറഞ്ഞിട്ടുള്ള ആളാണ്. അപ്പൊ ഈ നിലയിലുള്ള ഒരു പരിഷ്കരണമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാഹി നവോത്ഥാനം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ആ പറയുന്ന സംഗതികളെയാണ് ഇന്ന് ആ ഒരു വിഷയത്തിലേക്ക് അല്ലാത്ത കാര്യങ്ങളിലൊക്കെ മുസ്ലിം സമൂഹം വലിയ പരിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ പരിവർത്തനം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് നവോത്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ രംഗത്തും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്ക് അടിസ്ഥാനത്തിൽ വേണം ദീൻ മനസ്സിലാക്കുകയും ആചരിക്കുകയും ചെയ്യുക എന്ന അടിസ്ഥാന മൂല്യത്തിലേക്ക് ഇസ്ലാം പഴയ പുരാണങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു പോകുക എന്ന് പറയുന്ന കാര്യത്തെ നവോത്ഥാനമായി എണ്ണുകയും അതിനുള്ള ഭഗീരഥ പ്രയത്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പുരോഹിതവർണ്ണം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ദഅവാ സംരംഭങ്ങൾ വളരെ ശക്തിയായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിന് ഈ കാര്യങ്ങളൊക്കെ സഹായകമാകും. അതിനുവേണ്ടി എല്ലാവരും യത്നിക്കണം എന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.